ഫ്ലോസ് ഇത് കൃത്യമായി ഇതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഗ്യാപ്പിലെ കൂടെ, അതായത് ഈ ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടർബൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ടർബൈനുമായി കണക്ട് ചെയ്ത് ജനറേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ജനറേറ്റർ ഘടിപ്പിച്ചത് കൊണ്ട് തന്നെ ജനറേറ്റർ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ടൈഡ്സില് രണ്ട് ഡയറക്ഷനിലേക്കും ഫ്ലോ ചെയ്യുന്നതിന് കണക്കായിട്ട് ടർബൈൻ കറങ്ങും. അങ്ങനെ ടർബൈൻ കറക്കിയിട്ടാണ് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. സോ അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി, ഈ ഇലക്ട്രിക് പവറിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ മൂവ്മെന്റ് മനസ്സിലാവും. ഈ ഫിഗർ നോക്കിയാൽ ഇതിന്റെ കറക്റ്റ് മൂവ്മെന്റ് മനസ്സിലാവും. ഓരോ സൈഡിലുള്ള ലെവല് ടൈഡ്സിന്റെ ലെവല് കൂടുന്നതിന് കണക്കായിട്ട് ഫ്ലോ ഡയറക്ഷനും മാറുന്നുണ്ട്. ഏത് ഡയറക്ഷനിലേക്ക് പോകുമ്പോഴും ടർബൈൻ കറങ്ങുന്നുണ്ട്. ടർബൈനിലെ ജനറേറ്റർ ഘടിപ്പിച്ചിട്ടുമുണ്ട്. അതുവഴിയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് സീൻ്റെ അകത്തുള്ള വാട്ടർ ഏത് ലെവലിൽ പോയാലും, ഏത് ഡയറക്ഷനിൽ പോയാലും നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാറൻസ് ബാരേജ് ആണ്. ദി ലാർജസ്റ്റ് ടൈഡൽ പവർ സ്റ്റേഷൻ ഇൻ ദി വേൾഡ്. വേൾഡിൽ തന്നെയുള്ള ഒരു ലാർജസ്റ്റ് പവർ സ്റ്റേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ജനറേറ്റഡ് ബൈ ഇറ്റ്സ് 24 turbines with a peak rating of 24 megawatt, power of 2,40,000 homes. അപ്പോൾ നമുക്കറിയാം ലാർജസ്റ്റ് ആയിട്ടുള്ള പവർ സ്റ്റേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ലാറൻസ് ബറേജ് എന്ന് പറയുന്നത് ഇത് ഫ്രാൻസിലൊക്കെയാണ് കാണുന്നത്. ഫ്രാൻസിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് 24 ടർബൈൻസ് കറക്കുന്നുണ്ട്. പിന്നെ 240 മെഗാവാട്ട്സ് ഇലക്ട്രിസിറ്റി ഇതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 2,40,000 ഹോംസിലേക്ക് ഇത് സപ്ലൈ കൊടുക്കുന്നുണ്ട്. വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും ലാർജസ്റ്റ് പവർ സ്റ്റേഷൻ ആണ് ഈ ലോറൻസ് ബറേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ടൈഡൽ സ്ട്രീം ജനറേറ്ററിന്റെ ഫിഗർ ആണ്. ടൈഡൽ സ്ട്രീം ജനറേറ്റർ അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് മേക്ക് യൂസ് ഓഫ് എ കൈനറ്റിക് എനർജി ഓഫ് മൂവിംഗ് വാട്ടർ ടു പവർ ടർബൈൻ. A similar way to wind turbine that use wind to power turbine. നമ്മൾ വിൻഡ് ഉപയോഗിച്ച് വിൻഡ് എനർജിന്റെ അകത്ത് മുന്നേ പഠിച്ചിട്ടുണ്ട്. വിൻഡ് ഉപയോഗിച്ച് മിൽസ് സ്ഥാപിച്ചതുപോലെ തന്നെയാണ് ഈ ടൈഡൽ സ്ട്രീം ജനറേറ്ററും സ്ഥാപിക്കുന്നത്. അതായത് കൈനറ്റിക് എനർജി, മൂവിങ് വാട്ടറിന്റെ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ബാരേജസിൽ യൂസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു. അതായത് അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് വെച്ചിട്ടാണ് അതിന്റെ ഫ്ലോയിലേക്ക് വരുന്ന എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാരേജ് പറഞ്ഞത്. പക്ഷെ നമ്മൾ സ്ട്രീം ജനറേറ്റർ എന്ന് പറയുമ്പോൾ യൂസിങ് എ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഓഫ് മൂവിങ് വാട്ടർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നന്നായി കാറ്റ് വീശുന്ന സ്ഥലത്താണ് നമ്മൾ വിൻഡ് മില്ല് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ വിൻഡ് മില്ല് പോലെ പ്രവർത്തിക്കുന്നതാണ് ഈ ടൈഡൽ സ്ട്രീം ജനറേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഫിഗറാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത്തരം ഡിവൈസസ് എന്ത് ചെയ്യുന്നു, ഓഷ്യനിലൊക്കെ പോയിട്ട് പ്ലേസ് ചെയ്യുന്നു. അതിന്റെ ഫിഗറാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വിൻഡ് മില്ല് മാതിരി തന്നെയാണ്. ഈ ടൈഡൽ ടർബൈനിനെ ഓഷ്യനിലാണ് പ്ലേസ് ചെയ്യുന്നത്. അതിന്റെ ഫിഗറാണ് ഓഷ്യനിൽ പ്ലേസ് ചെയ്തതിന്റെ ഫിഗറാണ് കണ്ടത്.
അതായത് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അതിന്റെ ബ്ലേഡ്സ് എന്ന് പറയുന്നത് ഈ സ്ട്രീമിന്റെ അതായത് വാട്ടർ ഫ്ലോന് കണക്കായിട്ടാണ് ഇതിന്റെ ബ്ലേഡ് കറങ്ങും. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തുണ്ട് ടൈഡൽ ടർബൈൻസും കറങ്ങും. അതുവഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഈ ടൈഡൽ സ്ട്രീം ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. ഇത് പിന്നെ വർക്ക് ചെയ്യുന്നത് ഒരു ബാരേജ് പോലെ തന്നെയാണ്. അപ്പൊ അതും ഇതുപോലെ തന്നെ ഹൈ ടൈഡ്സിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫിഗർ കാണാൻ പറ്റും. അപ്പോൾ ഈ ടർബൈന് കറങ്ങുന്നത് രണ്ട് സൈഡിലും ഇതേ സംഭവം തന്നെയാണ്. രണ്ട് സൈഡിലും ഒരേ സംഭവം തന്നെയാണ് നടക്കുന്നത്. അതായത് ഹൈ സോ ഈ നമ്മൾ ഈ ഡിഫറൻസ് വെച്ചിട്ടാണ് എനർജി പ്രൊഡക്ഷൻ നടത്താറുള്ളത്. അതായത് പവർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ഈ ഇത് കറങ്ങുന്നുണ്ട് ഹൈറ്റ് ടൈഡ്സും ലോ ടൈഡ്സും. അപ്പോൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ ലോ പോർഷൻസിലേക്ക് എന്തുണ്ടാകുന്ന വാട്ടർ ഫ്ലോ ഉണ്ടാകുന്നു. ആ സമയം ടർബൈന് കറക്കി ജനറേറ്റർ പ്രവർത്തിക്കും. അപ്പം നെക്സ്റ്റ് സൈഡിലെ ലെവല് കൂടുന്നതിനനുസരിച്ച് തിരിച്ച് വാട്ടർ ഫ്ലോയും ഉണ്ടാകുന്നു. അപ്പോഴും ടർബൈൻ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ഒരു ഇതിനകത്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫിഗറാണ് നിങ്ങളിപ്പം അതിന്റെ വർക്കിംഗ് ആണ് ഇത്ര വരെ കണ്ടുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെന്ന് പറയുന്നത് OTEC ആണ്, ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷൻ. അതിനകത്ത് യൂസസ് ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ എ കൂളർ ഡീപ്പ് ആൻഡ് വാമർ ഷാലോ ഓർ സർഫസ് ഓഷ്യൻ വാട്ടേഴ്സ് ടു റൺ എ ഹീറ്റ് എഞ്ചിൻ ആൻഡ് പ്രൊഡ്യൂസ് എ യൂസ്ഫുൾ വർക്ക് യൂഷ്വലി ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷനിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി കൂളർ ആൻഡ് വാമർ വാട്ടർ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്നത്. പവർ പ്ലാന്റ്സ് ക്യാൻ ബി ബിൽഡ് ദാറ്റ് യൂസ് ദിസ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ടു മേക്ക് എനർജി. എ ഡിഫറൻസ് ഓഫ് at least 38 degree Fahrenheit is needed between the warmer surface water and colder deep ocean water. സോ നമ്മൾ ഈ ഡിഫറൻസ് വെച്ചിട്ടാണ് എന്ത് എനർജി പ്രൊഡക്ഷൻ നടത്താറുള്ളത്. അതായത് പവർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോഴും മിനിമം ഈ വാം സർഫസിൽ വാട്ടറും ഡീപ്പ് ഓഷ്യൻ വാട്ടറും തമ്മിൽ എന്തുണ്ടായിരിക്കണം 38 ഡിഗ്രി ഫാരൻഹീറ്റ് എങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എനർജി കൺവെൻഷൻ നടത്താൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോ അതിന്റെ ഒരു ഫിഗർ ആണ് കാണിക്കുന്നത്. അതിൽ സീ വാട്ടറിന്റെ സോഴ്സ് കാണാം, കൂൾഡ് സീ വാട്ടറിന്റെ സോഴ്സും കാണാം. ഈ ഒരു ഫിഗറിന്റെ അകത്ത് സീ വാട്ടറിന്റെ ഇതും കാണാം, കോൾഡ് സീ വാട്ടറിന്റെ സോഴ്സും കാണാം. സോ warm seawater and cooled water are pumped to the evaporator and condenser. അപ്പോൾ ഒന്ന് ഇവാപറേറ്ററിലേക്കും ഒന്ന് കണ്ടൻസറിലേക്കുമാണ് ഇത് പമ്പ് ചെയ്തേക്കുന്നത്. ദി കോൾഡ് വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് പമ്പ്ഡ് ടു ദി ഇവാപറേറ്റർ. കൂൾഡ് വർക്കിംഗ് ഫീൽഡ് ഇവാപറേറ്ററിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ദ ഇവാപറേറ്റർ യൂസ് ദി വാം സീ വാട്ടർ ടു വാപ്പറേറ്റ് ദി വർക്കിംഗ് ഫീൽഡ്. ഈ ഇവാപറേറ്റർ വാം സീ വാട്ടറിൽ നിന്നുള്ള ഹീറ്റ് യൂസ് ചെയ്തിട്ട് വർക്കിംഗ് ഫ്ലൂയിഡിനെ ഇവാപറേറ്റ് ചെയ്യുന്നു. പിന്നെ ദ വാപ്പർ റൊട്ടേറ്റ് ദി ടർബൈൻ ദെർബൈ ജനറേറ്റിംഗ് ദി ഇലക്ട്രിസിറ്റി. എന്നിട്ട് വാപ്പർ ടർബൈനിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതുവഴി ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. The vapor then enters the condenser where the cold seawater cools it to fluid. വാപ്പറിനെ എന്ത് ചെയ്യുന്നു കണ്ടൻസറിലേക്ക് കൊടുക്കുന്നു. കണ്ടൻസർ വീണ്ടും അതിനെ കൂളാക്കി ഫ്ലൂയിഡ് ആക്കി മാറ്റുന്നു. The fluid return to pump and the circle is repeated. Again പമ്പ് ചെയ്ത ഇവാപറേറ്റിലേക്ക് പോകും, അവിടുന്ന് വാപ്പറൈസേഷൻ ചെയ്യും. ഇതാണ് ഈ മെക്കാനിസം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്. വൺസ് യു build it a tidal power is a free. It produce a no greenhouse gas or other waste. It need a no fuel. It produce a electricity reliable, not expensive to maintain. Tides are totally predictable. ടൈഡൽ പവർ ഒരിക്കൽ ഉണ്ടാക്കിയാൽ കംപ്ലീറ്റ് പിന്നെ ഫ്രീ ആണ്. നമ്മളെ ഈ വൈൻഡ് മിൽസ് പോലെ, അതിന്റെ വിൻഡ് എനർജീനെ പോലെ. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഇല്ല അതിനകത്ത്. പിന്നെ ഫ്യൂവൽസിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനീഷ്യൽ കോസ്റ്റ് ഉണ്ടെങ്കിലും എക്സ്പെൻസീവ്, അതിന്റെ മെയിൻറ്റെയിൻസ് എക്സ്പെൻസീവ് അല്ല. അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് barrier across an estuary is a very expensive to build and affects a very wide area. The environment is changed for a many miles upstream and downstream. Many birds live on tides, uncovering the mud flats so that they can feed. A fish cannot migrate unless fish ladders are installed. അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്, വൈൽഡ് ഏരിയയിൽ വേണം, അതിന് ഒരുപാട് ഏരിയ വേണം, വൈഡ് ഏരിയ വേണം. പിന്നെ ബയോഡൈവേഴ്സിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. കാര്യം ടൈഡ്സിൽ ലോ ടൈഡ്സും ഹൈ ടൈഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മാറ്റം ബയോഡൈവേഴ്സിറ്റിക്ക് ഉണ്ടാവും. ഓൺലി പ്രൊവൈഡ് എ പവർ ഫോർ അറൌണ്ട് 10 hours each day when the tides is actually moving in or out. അപ്പോൾ 10 hours പവർ മാത്രമേ ഇതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. There are few suitable sites for tidal barrages. കോസ്റ്റൽ ഏരിയയിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ. എല്ലാ സ്ഥലത്തും ഇത് യൂസ് ചെയ്യുന്നത് അത്ര സേഫ് ആകണമെന്നില്ല. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജിയോ തെർമൽ എനർജിയാണ്. Definition: geothermal energy is a renewable energy that make use of a heat inside the earth. അതായത് നമുക്കറിയാം എർത്തിന്റെ ഉള്ളില് കേന്ദ്രത്തിൽ എപ്പോഴും എന്താണ്, ഹീറ്റ് ആണ്. അതായത് കോസ് വരുന്നുണ്ട്, കോസ് ആണ് വരുന്നത്, അതിന്റെ ഉള്ളിൽ എപ്പോ ഹീറ്റ് ആണ്. ആ ഒരു എനർജി യൂസ് ചെയ്യുന്നതാണ് ഈ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഭൂമിന്റെ ഉള്ളിലുള്ള ഹീറ്റ്, അതായത് മാഗ്നി പർവ്വത സ്ഫോടനമൊക്കെ ഉള്ളിലുള്ള എനർജി പുറത്തേക്ക് വരുന്നതാണ്. ആ ഒരു എനർജി യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ജിയോ തെർമൽ എനർജി ആണ് ഹോട്ട് വാട്ടർ റിസർവോയർ, ഡ്രൈ റിസർവോയർ, ഗീസർ. അങ്ങനെ 3 ടൈപ്പാണ് ജിയോ തെർമൽ റിസർവോയറിനുള്ളത്. അതിന്റെ ഒരു ഫിഗർ ആണ് നെക്സ്റ്റ് കാണുന്നത്, ഗ്ലേസിയറിന്റെ. ഹൗ ഡസ് എ ജിയോ തെർമൽ പവർ പ്ലാന്റ് വർക്ക്? എങ്ങനെയാണ് ഈ ജിയോ തെർമൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദ ഹീറ്റ് ഇൻസൈഡ് ദി എർത്ത് ഹീറ്റ് അപ്പ് എ ബോയിലർ വിത്ത് എ വാട്ടർ ഇൻസൈഡ്. ദിസ് മേക്ക് എ വാട്ടർസ് ടെമ്പറേച്ചർ റൈസ് ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു സ്റ്റീം. The steam moves a turbine connected to generator that produces an electricity. Then the steam goes to condenser where it become a water which return to the boiler again. അപ്പം ഈ ഒരു ഹീറ്റ് റിസർവോയറിൽ നിന്നുള്ള ഹീറ്റ് യൂസ് ചെയ്തിട്ട് വാട്ടറിനെ സ്റ്റീം ആക്കിയിട്ട് സ്റ്റീമായി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ സ്റ്റീം ഉപയോഗിച്ച് ടർബൈനെ കറക്കും. ആ ടർബൈൻ വെച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്റ്റീം കണ്ടൻസറിലേക്ക് പാസ് ചെയ്യും, വീണ്ടും വാട്ടറായിട്ട് ബോയിലറിലേക്ക് പോകും. ഇതാണ് ഈ ജിയോ തെർമൽ പവർ പ്ലാന്റിൽ നടക്കുന്നത്. ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് മാഗ്മ കാണാം. തൊട്ടിപ്പുറത്ത് ജിയോ തെർമൽ റിസർവോയർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ പ്രൊഡക്ഷൻ വെല്ലുണ്ട്, ഇഞ്ചക്ഷൻ്റെ തൊട്ട് മേലെയായിട്ട് പ്രൊഡക്ഷൻ വെല്ലുണ്ട്, ഇഞ്ചക്ഷൻ വെല്ലുണ്ട്.
പ്രൊഡക്ഷൻ വെൽ ഈസ് ദി ലിങ്ക് ബിറ്റ്വീൻ എ ജിയോതെർമൽ റിസർവോയർ ആൻഡ് സർഫസ്. ഇഞ്ചക്ഷൻ വെൽ എന്ന് പറയുന്നത് അതിന്റെ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാണ്. താഴെ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു എന്താണ് ഒരു ആരോ പോകുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ജിയോതെർമൽ റിസർവോയിനെ സ്റ്റീം, ഹോട്ട് വാട്ടറിനെ സ്റ്റീം ആക്കി ആ സ്റ്റീം വെച്ചിട്ട് ടർബൈൻ കറക്കി എന്നിട്ട് ജനറേറ്റർ പ്രവർത്തിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഈ ടർബൈൻ കറക്കാൻ യൂസ് ചെയ്ത സ്റ്റീം എന്താകുന്നുണ്ട്, വീണ്ടും കണ്ടൻസറിലേക്ക് ചെയ്ത് കൂൾ ചെയ്ത് വാട്ടർ ആക്കി മാറി. അതായത് ആ സൈക്കിള് കംപ്ലീറ്റ് ചെയ്തു. സോ അപ്പൊ ഇങ്ങനെ ഉള്ള വാട്ടർ താഴേക്ക് പമ്പ് ചെയ്യേണ്ടി വരും. ഈ റിസർവോയറിലേക്ക് പമ്പ് ചെയ്യേണ്ടി വാട്ടർ താഴെയുള്ള ഈ റിസർവോയറിലേക്ക് പമ്പ് ചെയ്യേണ്ടി വരും. എന്നാലേ ഈ ഹോട്ട് വാട്ടറും സ്റ്റീമും നമുക്ക് കിട്ടുള്ളൂ. ആ പമ്പ് ചെയ്യുന്ന ആ പമ്പ് ചെയ്യുന്നതിന് പറയുന്ന ഇതാണ് ഇഞ്ചക്ഷൻ വെല്ല്. പമ്പ് ചെയ്യുന്നത് ഇഞ്ചക്ഷൻ വെല്ലാണ്. നമ്മുടെ താഴേക്ക് കൊടുക്കേണ്ട സാധനം പോകുന്നത് ഇതിലൂടെയാണ്, ഇഞ്ചക്ഷൻ വെല്ലിലൂടെയാണ് പോകുന്നത്. ആ പോകുന്നതിനാണ് ഇഞ്ചക്ഷൻ വെൽ എന്ന് പറയുന്നത്. അതുപോലെ അവിടെ നിന്നുള്ള കണക്ഷൻ ആണ്, മേലോട്ട് വരേണ്ട സാധനമാണ് ഈ പ്രൊഡക്ഷൻ വെൽ എന്ന് പറയുന്നത്. സോ പ്രൊഡക്ഷൻ വെൽ വഴിയാണ് ഈ സ്റ്റീം നമുക്ക് സർഫസിലേക്ക് കിട്ടുന്നത്. സ്റ്റീമും വാട്ടറും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ സ്റ്റീം എങ്ങോട്ടേക്ക് പോകുന്നു, ടർബൈൻ എങ്ങോട്ടേക്ക് പോകും, ഈ ടർബൈനിലേക്ക് പോകും. ഹോട്ട് വാട്ടർ നേരെ ഇഞ്ചക്ഷൻ വെല്ല് വഴി റിസർവോയറിലേക്ക് പോകും. റിസർവോയറിൽ പോയ വാട്ടർ വീണ്ടും സ്റ്റീമാക്കി ആ സൈക്കിള് കംപ്ലീറ്റ് ചെയ്തു. അതാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് ജിയോ തെർമൽ പവർ പ്ലാന്റ്സ് ആണ് ഡ്രൈ സ്റ്റീം പവർ പ്ലാന്റ്സ്, ബൈനറി സൈക്കിൾ പവർ പ്ലാന്റ്സ്, ഫ്ലാഷ് സ്റ്റീം പവർ പ്ലാന്റ്സ്. അതിൻ്റെ അകത്ത് ഓരോന്നും എന്താന്ന് നോക്കാം. ഡ്രൈ സ്റ്റീം പവർ പ്ലാന്റ്സ്, ദേ യൂസ് എ സ്റ്റീം അറ്റ് ടെമ്പറേച്ചർ ഓഫ് എ 150 ഡിഗ്രി സെൽഷ്യസ് ഓർ ഹയർ ടു റൺ ദി ടർബൈൻ. ഈ ഡ്രൈ സ്റ്റീം പവർ പ്ലാന്റിന് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ ആണ് നമ്മൾ ടർബൈൻ കറക്കാൻ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും, ഗ്രൗണ്ട് സർഫസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മേലെയായിട്ട് എന്തുണ്ട്, അതിന് മേലെയാണ് വരുന്നത് ടർബൈൻ. ഈ സ്ട്രീമും വാട്ടറും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് വരുന്ന സ്ട്രീം ടർബൈനെ കറക്കുന്നു. ദെൻ കണ്ടൻസ് ചെയ്ത് വാട്ടർ ആക്കി താഴേക്ക് പോകുന്നു. ഓക്കെ, ബ്ലൂ മാർക്ക് ചെയ്തത് വാട്ടർ ആണ്. ഇതിനകത്ത് റെഡ് മാർക്ക് ചെയ്തത് സ്ട്രീം ആണ് ഈ ഫിഗറിൻ്റെ അകത്ത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈനറി സൈക്കിൾ പവർ പ്ലാന്റ്സ് ആണ്. They can be operated with a temperature as low 57 degrees Celsius. Water and secondary liquid with a much lower boiling point pass through a heat exchanger. This causes the secondary fluid to turn into steam, which is used to move a turbine. So binary cycle power plant le nammal നോർമലി നേരത്തെ പറഞ്ഞ ജിയോ തെർമൽ പവർ പ്ലാന്റിൽ എന്താ യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ വാട്ടറിനെ ബോയിൽ ചെയ്ത് സ്റ്റീമാക്കിയാണ് അത് യൂസ് ചെയ്തത്. വാട്ടറാണ് സ്റ്റീമാക്കി യൂസ് ചെയ്തത്. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ പറഞ്ഞു 150 ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ ടെമ്പറേച്ചർ വെച്ചിട്ടാണ് ഈ ടർബൈനെ കറക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ ടർബൈൻ കറക്കുന്ന ഇതില് ഈ ഡ്രൈ സ്റ്റീം പവർ പ്ലാന്റിൽ. പക്ഷെ ഈ ബൈനറി സൈക്കിൾ പവർ പ്ലാന്റ്സിന്റെ അകത്ത് എന്ന് പറയുന്ന ടെമ്പറേച്ചർ 57 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിനും താഴെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. അതിന് കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിയാൽ അറിയാം, ജിയോ തെർമൽ റിസർവോയർ കാണുന്നില്ല, അതിൻ്റെ അകത്തൊരു ഇഞ്ചക്ഷൻ വെല്ലും ഉണ്ട്, പ്രൊഡക്ഷൻ വെല്ലും ഉണ്ട്. ഈ ഇഞ്ചക്ഷൻ വെല്ല് എന്ത് ചെയ്യുന്നു, ഈ കോൾഡ് വാട്ടർ താഴേക്ക് ഇപ്പൊ കറണ്ട് ഫോൺ ഓഫ് ആണ് ടീച്ചർ, കറണ്ട് പോയിട്ട് കുറെ സമയം പോട്ടെ.
പോണ്ട, ഓഫാകുന്നവരൊന്നും. ഓക്കെ മിസ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ കോൾഡ് വാട്ടർ താഴേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ജിയോ തെർമൽ റിസർവോയർ വെച്ചിട്ട് അതെന്തായി, സ്റ്റീമായി, അതായത് ഹീറ്റ് അബ്സോർവ് ചെയ്ത് സ്റ്റീമായി പ്രൊഡക്ഷൻ വെല്ല് വഴി സർഫസിലേക്ക് പാസ് ചെയ്യുന്നു. അവിടെ അവിടെ ഇത് എത്തിയത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലോട്ടാണ്. ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാല്, ഇതിനേക്കാളും ചെറിയ ബോയിലിംഗ് പോയിന്റ് ഉള്ള മറ്റൊരു ലിക്വിഡിനെ ഇതിലൂടെ കടത്തിവിടുന്നു. സോ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെച്ച് വാട്ടറിന്റെ സ്ട്രീമിന്റെ എനർജി അബ്സോർവ് ചെയ്ത് സെക്കൻഡറി ലിക്വിഡ് എന്തായി മാറും, സ്റ്റീമായി മാറും. അത് വെച്ച് ടർബൈൻ കറക്കുന്നു. ഓക്കെ, അപ്പോ സ്റ്റീമിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ എത്രയോ കുറവായിരിക്കും സെക്കൻഡറി ഫ്ലൂയിഡിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ വാട്ടറിനേക്കാളും പെട്ടെന്ന് വേപ്പറാവും. അത് വെച്ചിട്ട് ടർബൈൻ കറക്കും. അതാണ് ഈ ബൈനറി സൈക്കിൾ പവർ പ്ലാന്റ്സിന്റെ പ്രവർത്തനം. നെക്സ്റ്റ്, ഫ്ലാഷ് steam power plants. In a flash steam power plants, hot water is sprayed into tank at much lower pressure than the fluid. അപ്പോൾ ഫ്ലാഷ് സ്ട്രീം പവർ പ്ലാന്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹോട്ട് വാട്ടർ എന്ത് ചെയ്യുന്നു, ഒരു ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യുന്നു, ലോ പ്രഷർ ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അവിടെ നിന്ന് സ്റ്റീമായി ടർബൈനെ കറക്കി ജനറേറ്റർ പ്രവർത്തിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇതിന്റെ ജിയോ തെർമലിന്റെ അഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് ഈസ് എ എനർജി സോഴ്സ് ദാറ്റ് റെഡ്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ എ ഫോസിൽ ഫ്യൂവൽസ്. ഇറ്റ് കോസ് എ ലെസ് എൻവറോൺമെന്റ് ഇമ്പാക്ട് ദാൻ ദി യൂസ് ഓഫ് ഓയിൽ ആൻഡ് coal. It is a great way to save energy and money. It does not generate any noise. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലായിരിക്കും, ഫോസിൽ ഫ്യൂവൽസിന്റെ ഡിപ്പെൻഷൻ കുറവാണ്, എൻവറോൺമെന്റ് ഇമ്പാക്ട് കുറവാണ്, പിന്നെ ഗ്രേറ്റ് എനർജി, ഗ്രേറ്റ് സേവ്, മണി സേവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഡസ് നോട്ട് ജനറേറ്റ് എനി നോയ്സ് ഉണ്ടാകുന്നില്ല. അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് എമിഷൻ, പൊല്യൂഷൻ ഓഫ് എ നിയർ ബൈ വാട്ടർ, ഇറ്റ് ഡാമേജസ് ദി ലാൻഡ്സ്കേപ്പ്, ഇറ്റ് ഓൺലി അവൈലബിൾ ഇൻ സർട്ടൈൻ ലൊക്കേഷൻ. ഹൈഡ്രജൻ സൾഫൈഡിന്റെ എമിഷൻ ഉണ്ടാവും, പൊല്യൂഷൻ വാട്ടറിലുണ്ടാവും, ഡാമേജസ് ലാൻഡിന് ഡാമേജസ് ഉണ്ടാവും. ഒരു സർട്ടൈൻ ലൊക്കേഷനിൽ മാത്രമേ ഇത്. കൺക്ലൂഷൻ ആണ്, there is a high initial investment, but after that less investment is needed because it does not use a fossil fuels. There are any emission of a toxic gas into the atmosphere. It produce a bad smell. The employee usually have a little experience. It does not need a backup fuels. വായിച്ചാൽ മനസ്സിലായത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണെങ്കിലും മെയിൻ്റെനൻസ് കുറവായിരിക്കും. കാരണം മറ്റ് ഫോസിൽ ഫ്യൂവൽസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്.